ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പോൾ ഒളിവിലാണ്. ഞാൻ ഒരു വട്ടം കണ്ടിനി. അപ്പോൾ അതിൻ്റെ നടുക്കുണ്ട് ഒരു തല ഇങ്ങനെ പൊന്തിയേക്കുന്നു. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ആള്. ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖം എല്ലാവർക്കും? അപ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇപ്പം വൈകിട്ട് 5:30 മണിയായി. തൊപ്പി ഷൂസ് എവിടെ നോക്കിയാലും തൊപ്പി ഷൂസ്. സോഷ്യൽ മീഡിയ തുറന്ന തൊപ്പി ഷൂസ്. അപ്പോൾ ഷമീർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിനി, ഒരു റീല്. ഷമീർ ഒളിവിലാണ്, എവിടെ ഇല്ലെന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. നാളെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, എല്ലാവരും കാണണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഷമീർ പറയുന്നൊരു വീഡിയോ കാണാം കേട്ടോ, ആ റീല് നമുക്കൊന്ന് കണ്ടിട്ട് വരാമല്ലോ. ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പോൾ ഒളിവിലാണ്, അപ്പോൾ എവിടെയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇത് പുതിയ ചാനലാണ്, അപ്പോൾ ഇതിലായിരിക്കും തന്നെ എല്ലാ കാര്യങ്ങളും വരിക. ലൈവ് ആണെങ്കിലും വ്ളോഗ് ആണെങ്കിലും എല്ലാം. നാളെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, എല്ലാവരും കാണുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ബൈ. കേട്ടില്ലേ? അപ്പോൾ ഷമീറിൻ്റെ ഇത് പുതിയ ചാനലാണ് അവന് ഈ റീലിട്ടത്. അപ്പോൾ ഇനി മുതൽ വ്ളോഗും റീലും കാര്യങ്ങളൊക്കെ ഈ ചാനലിലാണ് വരിക. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, തൊപ്പീൻ്റെ എന്തായി, തൊപ്പീൻ്റെ പ്രശ്നങ്ങൾ എന്തായി, തൊപ്പി ഇപ്പോൾ എവിടെയാണ് അടി, ഇതെല്ലാം ഇങ്ങനെ എനക്കറിയില്ല. ഞാൻ ഇതുവരെ തൊപ്പീനെ കാണുകയോ തൊപ്പീൻ്റെ അടുത്ത് പോവുകയോ ചെയ്തിട്ടില്ല. തൊപ്പീനെ എനിക്ക് ശരിക്കും അറിയില്ല. നമുക്ക് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഒന്നും ഇല്ല ഞാനും തൊപ്പിയായിട്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ എനിക്കും അറിയുള്ളൂ. ഓക്കെ, ഞാൻ ഒരു വട്ടം കണ്ടിനി, ഒറ്റൊരു വട്ടം. അത് ജസ്റ്റ് ഇങ്ങനെ കണ്ടതാ. എവിടെ നിന്നറിയാം? കാട്ടിലപ്പള്ളിയിൽ നിന്ന്. എപ്പോൾ അറിയാം? ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം ഉറൂസിന് കാട്ടിലപ്പള്ളിയിൽ ഉറൂസിന് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ചന്തക്ക് നിൽക്കുക. അപ്പോൾ ഉണ്ട് ഒരു ജനക്കൂട്ടിങ്ങനെ വരുന്നു. കുറേ പിള്ളേരും ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡ് മറ്റി ഇങ്ങനെ വരുന്നു ദൂരത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ നടുക്കുണ്ട് ഒരു തല ഇങ്ങനെ പൊന്തിയേക്കുന്നു. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ആള്. ഫുള്ള് ഒച്ചപ്പാടും ബഹളമായിട്ട് ഇങ്ങനെ വരുന്നു. പിള്ളേരെല്ലാം ഒച്ചപ്പാടാക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ വന്നിട്ട് അടുത്തുള്ള അവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇങ്ങനെ തൊപ്പി ഇങ്ങനെ മറ്റുള്ള ഇവൻ്റെ ഒന്നെല്ലാം പൈസ എല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അവർ മക്കാമിൽ അങ്ങോട്ടേക്ക് പോയി. ആകെ ഞാനെ കണ്ടതാകാം, അല്ലാണ്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ഞാനവനെ നേരിട്ട് കണ്ട് സംസാരിക്കുക ഒക്കെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം അറിയില്ല, പേഴ്സണലി അറിയില്ല. ഇങ്ങനെ അത്യാവശ്യം എപ്പോഴും വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈവ് കാണുന്നു, അങ്ങനെയേ ഉള്ളൂ. അവൻ്റെ വീഡിയോസ് കാണുന്നു വല്ലപ്പോഴും. ഞാനങ്ങനെ എപ്പോഴും കാണണമെന്നില്ല, അങ്ങനെ അറിയില്ലൂ. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, എനിക്കറിയില്ല എന്താണെന്ന് ഇതും കാര്യങ്ങളും. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എനിക്കും അറിയുള്ളൂ. ഓക്കെ, പിന്നെ ഇവരെ പ്രശ്നം എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ, ഒരുമിച്ചുണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ഇതൊരു മെസ്സേജാണ്. ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മൾ പലതും എന്താ പറയുക ചെയ്യുകയാക്കിയാലും ചെയ്യും അല്ലേ? അത് തെറ്റി പിരിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇത് ഈ ഷമീറും മറ്റേന്താ പറയുക ജാസിയും ഞാൻ ഇവരെയൊന്നും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഈ ഷമീറിനും ജാസിനൊന്നും ഞാൻ അങ്ങനെ നേരിട്ടില്ല. തൊപ്പീൻ്റെ അപ്പുറം മമ്മൂനെ കണ്ടിന്ന് തോന്നുന്നു മറ്റേ കാട്ടിലപ്പള്ളി വന്ന സമയത്ത്. അല്ലാണ്ട് ഞാൻ ഈറ്റിങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഇവരൊന്നും അറിയുകയും ചെയ്യില്ല, അവർക്ക് എന്നെയും അറിയില്ല. അപ്പോൾ ഇവർ ആദ്യമേ വീഡിയോ ഒക്കെ എടുത്ത് ഈ തൊപ്പി അറിയാണ്ട് ഇങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് സേവ് ചെയ്ത് വെച്ച സംഭവമാണ് ഇപ്പോൾ പുറത്തിടുന്നത്. പിന്നെ തൊപ്പി ചെയ്തതും വലിയ ശരിയൊന്നുമല്ല. കാര്യം ഒരുമിച്ചുണ്ടാകുമ്പോൾ ഉണ്ടായ സംഭവം പബ്ലിക്കായിട്ട് ഇട്ടു. തൊപ്പി ഒരു ലൈവിൽ ഇവരെ വീഡിയോ കാണിച്ച് ഇവരെ ബ്ലറാക്കിനെങ്കിലും ശരിക്കും അത് ബ്ലർ എന്നൊന്നും പറയാനൊന്നുമില്ല, ഇങ്ങനെ ബ്ലറായിട്ടൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവും അത് ആരാണെന്ന്, ആരൊക്കെയാണ് അത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബ്ലറാക്കിയിട്ട് അങ്ങനെ ഇട്ടു. ബ്ലർ തന്നെ, ബട്ട് എന്നാലും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പിന്നെ അവനിതെന്തായാലും ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിക്കല്ല ഇട്ടത്. ആരാന്ന് അറിയാമല്ലോ, ആൾക്ക് ആരാന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഇടുന്നത്, ആരുടെ വീഡിയോസ് എന്നൊക്കെ ആ ലൈവ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ലൈവിൽ അങ്ങനത്തെ വീഡിയോ ഇട്ട് അത്രയും മോശമായൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ പിറ്റേ ദിവസമാണ് ഷമീർ ലൈവ് വന്നിട്ട് തൊപ്പീൻ്റെ പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ എല്ലാം ആവശ്യം ഉണ്ടായിരുന്നാ?
ഇപ്പോൾ രണ്ടാൾക്കാരും രണ്ട് ടീമും, അതായത് തൊപ്പിയും നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമും, തൊപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഷമീറും ടീമും, അങ്ങനെ ഈ രണ്ട് ടീമും തമ്മിൽ ഉള്ള പ്രശ്നം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെ കൈമെന്ന് പോയി. ഇപ്പോൾ ഇവരെ പേരിൽ അന്വേഷിക്കാൻ വേണ്ടിക്ക് ഉത്തരവ് കിട്ടും. കാരണം കുറേ കംപ്ലൈൻറ്റ് പോയി. അപ്പോൾ ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിക്കുള്ള ഉത്തരവ് വന്നു. അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഷമീർ ഒരുപക്ഷെ ഒളിവിൽ പോയിട്ടുണ്ടാവുക. ശരിക്കും ഇതിനൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല അല്ലേ? ആവശ്യം ഉണ്ടായില്ലല്ലോ. എന്തിൻ്റെ ആവശ്യം അല്ലേ? പക്ഷേ ഈ ഷമീർ, എനിക്ക് തോന്നിയൊരു കാരണം വെച്ചാൽ ഷമീറും ടീമും മുംബൈയിലെ പ്ലാനിങ്ങാണ് ഇത്. ഒരു ദിവസം തൊപ്പിനെ നേരെ തിരിയേണ്ടി വന്നാൽ വേണ്ടുന്ന തെളിവുകൾ എല്ലാം അവർ ആ സമയത്തെ എടുത്ത് വെച്ചുകൊണ്ടുണ്ട്, കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് ഉപയോഗിക്കാൻ തോന്നിയത്. അവരിപ്പോൾ കുറച്ച് മാസം മുമ്പാണ് തെറ്റിപ്പിരിഞ്ഞെന്ന് തോന്നുന്നു. അവരെ ഇതിൽ പറയുന്നുണ്ട് കുറച്ച് മാസം മുമ്പാണ് തെറ്റിപ്പിരിഞ്ഞേ. അപ്പോൾ ഇപ്പോഴാണ് ഷമീർ അത് ഇങ്ങനൊരു ലൈവായിട്ട് വന്നത്. പിന്നെ തൊപ്പി അവൻ്റെ വീഡിയോ ഇട്ടു. അവനും മറ്റേ ഇവർ റൂമിൽ നടക്കുന്നൊരു സംഭവം എടുത്ത് വീഡിയോ ഇട്ടു, അത് ലൈവിലിട്ടു. പിറ്റേ ദിവസമാണ് ഷമീർ തൊപ്പിക്കെതിരെ എടുത്തെറിയുന്ന വീഡിയോസ്. എന്താ അവസ്ഥ അല്ലേ? ഇപ്പം എൻ്റെ അഭിപ്രായത്തിലാണ് രണ്ടാളെ ഗെയിമൊന്നും പോയി. പിന്നെ കുറേ ആൾക്കാർ ഇത് സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ കൈമന്ന് പോയി. അവരെ കൈമ നിൽക്കാത്തൊരവസ്ഥയായി. സ്ക്രിപ്റ്റിൻ്റെ ഗതി മാറി. സ്ക്രിപ്റ്റ് കൈമന്ന് പോയി. സ്ക്രിപ്റ്റ് അവർ വിചാരിച്ച ലെവലിൽ ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക. പല ആൾക്കാരും പറയുന്നത് ഞാൻ പറഞ്ഞേ, പക്ഷേ എനിക്കറിയാം ഇത് സ്ക്രിപ്റ്റല്ല. പക്ഷേ ഈ ഇതിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കുറയുമ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിക്ക് പ്രശ്നം ഉണ്ടാക്കലുണ്ട് എന്ന് പറയുന്നുണ്ട്. പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഇവരിറങ്ങിയതാണെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവരെ കൈമെന്ന് പോയി, അല്ലെങ്കിലും ഇവരെ കൈമെന്ന് പോയി. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ സ്ക്രിപ്റ്റല്ല ഇത് 2-3 മാസം മുമ്പ് തെറ്റി. എനിക്ക് തോന്നുന്ന കാര്യമാണ്. 2 മാസം മുമ്പ് തെറ്റിയാലും അവർ എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ പബ്ലിക്കാക്കി. അവരുടെ കാര്യങ്ങൾ അപ്പുറം ഇപ്പുറം കുഴപ്പമായി. അതെനിക്ക് തോന്നിയ കാര്യം. ഞാനടി നടന്നു പോകുന്നു, ഞാൻ തിരിച്ചു വിട്ടു. യെസ്, ഞാൻ തിരിച്ചു കിടക്കുകയാണ്. അപ്പോൾ തൊപ്പിനെ കുറിച്ചിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്കും അറിയുള്ളൂ. നമ്മൾ പേഴ്സണലി കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു വട്ടം ഞാൻ കണ്ടിട്ടില്ല. അതിനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു വട്ടം ദൂരത്ത് നിന്ന് ഇങ്ങനെ കണ്ടു തന്നെ. എൻ്റെ ഇങ്ങനെ പോയിനി, ഇതിലൂട്ട് ഇങ്ങനെ പോയി, അതേ ഉള്ളൂ. പക്ഷെ എനിക്ക് മുമ്പ് ആഗ്രഹം ഉണ്ടായിന് കേട്ടോ. എൻ്റെ മനസ്സിൽ ഉണ്ടായിനി തൊപ്പിൻ്റെ ഗ്യാങ്ങിലൊന്ന് കയറണമെന്നുള്ളത്. തൊപ്പിൻ്റെ ഗ്യാങ്ങിൽ കയറണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിനി. പക്ഷെ ഇപ്പം വിചാരിക്കുന്നത് കയറാത്തിയും വല്ല വായം തന്നെ അല്ലേ? കയറണമെങ്കിൽ എന്തായിരിക്കും അതിലെല്ലാം പ്രശ്നത്തിൽ ഞാനും ഉണ്ടാവില്ല അല്ലേ? എൻ്റെ മോനെ കയറാത്തിയും വായം തന്നെ. കയറണമെങ്കിൽ അതിലെല്ലാം ഞാനും ഉണ്ടാവും. ഒന്നുകിൽ ഞാൻ ഷമീറിൻ്റെ ഭാഗത്തുണ്ടാവും, അല്ലെങ്കിൽ തൊപ്പീൻ്റെ ഭാഗത്തുണ്ടാവും. ഇല്ലപ്പാ, അങ്ങനത്തിനൊന്നും ഉണ്ടാവില്ല.